വെൽക്കം ടു യെറ്റ് അനദർ വ്ളോഗ്. അത് പത്തനാപുരത്തുള്ള ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. ഇത് ആ പെരുമഴയത്താണ് അതുകൊണ്ടോ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു സമയമില്ല. ആ ദൂരെ കാണുന്നൊരു തോടാണ്. ആ തോട്ടിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ ഇവിടുത്തെ ഞാൻ അപ്പം ചൂടിൽ മാത്രമേ ഉള്ളായിരുന്നു എനിക്കിന്നൊരു പരിപാടി എന്ന് പറയുന്നത്. അപ്പം ചൂടിൽ ഒരു ചായ ഇടലും. ഇവിടെ സാധാരണ കുക്കിങ്ങൊക്കെ അമ്മയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ എല്ലാം നേരത്തെ രാവിലെ എണീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എണീറ്റ് വന്നപ്പോഴത്തേക്കും അങ്ങനെ ഞാനൊരു ചായ ഇട്ടു. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള അപ്പമൊക്കെ ചുട്ടു. ചിക്കൻ കറിയുടെ കൂടെ രാവിലെ തന്നെ കഴിച്ചു. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. ജാനിക്കുട്ടിനെ പിടിക്കുന്ന അലമ്പാക്കും. ഞാൻ കുറേ എടുത്ത് അടുക്കി പെറുക്കി വെക്കും. വീണ്ടും ജാനിക്കുട്ടിനെ അലമ്പാക്കും. ഇത് തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ ലഞ്ചിന് എന്തൊക്കെയാണെന്ന് കാണിക്കാം. ആദ്യം തന്നെ ഒരു ചിക്കൻ കറി, രാവിലെ എടുത്ത ചിക്കൻ കറി, കിഴങ്ങ് മെഴുക്ക് വരട്ടി. ഇത് തക്കാളിക്കറിയാണ് കേട്ടോ. തക്കാളിക്കറി, പിന്നെ വൻപയർ തോരൻ. ഇതൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ചെറിയ വാട്ടയിറ്റിനെ പോലെയാണെന്നും പറയാം കേട്ടോ. ഫ്രിഡ്ജിലെല്ലാം പല ടൈപ്പ് അച്ചാർ ഇരിപ്പുണ്ട്. ഏത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഇതാ ഒഴുക്കി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുകയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചായപാത്രവും എൻ്റെ അല്ല ഞങ്ങൾ കുടിച്ച ചായയുടെ പാത്രമൊക്കെ കൂടെ കഴുകി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം തീർന്നു. ഇനി കുഞ്ഞിന് മരുന്ന് കൊടുക്കുക. കുഞ്ഞിന് ചെറിയ ജലദോഷം അവിടെ പോയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചോറ് കൊണ്ടിട്ട് ഇനി നീണ്ട് നിവർന്ന് കിടന്നങ്ങ് ഉറങ്ങണം. നല്ല മഴയൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ ഞങ്ങളവിടെ വെളിയിലൊന്നും ഇറങ്ങാനായിട്ടൊന്നും പോയില്ല. വീട്ടിൽ തന്നെ നിന്ന് സമയം കളയാം എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സിനിമ കാണും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കിടക്കും. ഇനി കുറച്ചധികം വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ പറയാനായിട്ടുണ്ട്. അതെല്ലാം ഇനി അടുത്തടുത്ത വീഡിയോസിലായിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു സീരീസ് പോലെ ആവാനാണ് സാധ്യത. അതുപോലെ വിശേഷങ്ങളുണ്ടെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പനിക്ക് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല, കുറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.